ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 7 ജ്ഞാനവിജ്ഞാന യോഗം. ശ്ലോകം 27. ഇച്ഛാദ്വേഷസമുത്ഥേന ദ്വന്ദ്വമോഹേന ഭാരത സർവഭൂതാനി സമ്മോഹം സർഗേ യാന്തി പരം തപ. വിവർത്തനം. ഹേ ശത്രുഞ്ജയനായ ഭാരത, എല്ലാ ജീവജാലങ്ങളും ജനനം മുതൽക്കേ രാഗദ്വേഷങ്ങളാകുന്ന ദ്വന്ദ്വങ്ങളാൽ വ്യാമോഹിതരാകുന്നു. ഭാവാർത്ഥം: പരിശുദ്ധ ജ്ഞാനമായ ഭഗവാന്റെ ദാസ്യമാണ് ജീവാത്മാവിൻ്റെ മൂലസ്വരൂപം. പരിപൂർണ ജ്ഞാനാത്മകനായ ഭഗവാനിൽ നിന്ന് വ്യാമോഹത്താൽ വേർപെട്ടു പോകുമ്പോൾ ജീവൻ മായാശക്തിക്ക് അധീനപ്പെടുകയും അതിന് അദ്ദേഹത്തെ അറിയാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. രാഗദ്വേഷങ്ങളാകുന്ന ദ്വന്ദ്വങ്ങളിൽ നിന്നാണ് മായാശക്തി പ്രത്യക്ഷപ്പെടുന്നത്. ഇവയ്ക്കു വഴങ്ങി മൂഢാത്മാവ് ഭഗവാനോട് ഏകീഭവിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒപ്പം തന്നെ കൃഷ്ണൻ്റെ ഭഗവത് ഭാവത്തിൽ ഈർഷ്യാലു ആവുകയും ചെയ്യും. ഭഗവാൻ കൃഷ്ണൻ തൻ്റെ അന്തരംഗ ശക്തികളിലൂടെയാണ് പ്രത്യക്ഷീഭവിക്കുന്നതെന്ന് രാഗദ്വേഷങ്ങളാൽ വ്യാമോഹിതരല്ലാത്ത ശുദ്ധഭക്തന്മാർക്കറിയാം. അജ്ഞാനത്താലും ദ്വന്ദ്വഭാവത്താലും മൂഢന്മാരായി തീർന്നവരാകട്ടെ ഭൗതിക ശക്തികളുടെ സൃഷ്ടിയാണ് കൃഷ്ണനെന്ന് വിചാരിക്കുന്നു. അതാണ് അവരുടെ ദൗർഭാഗ്യം. വ്യാമോഹത്തിൽപ്പെട്ട ഇക്കൂട്ടർ മാനാപമാനങ്ങളിലും സുഖദുഃഖങ്ങളിലും നന്മ തിന്മകളിലും സ്ത്രീ പുരുഷ ഭാവങ്ങളിലും അത്തരം എല്ലാ ദ്വന്ദ്വങ്ങളിലും അകപ്പെട്ട് ഇതെൻ്റെ വീട്, ഇതെൻ്റെ ഭാര്യ, ഞാൻ ഈ വീട്ടിനു ഉടമസ്ഥൻ, ഞാൻ ഈ ഭാര്യയുടെ ഭർത്താവ് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നാൾ പോക്കുന്നു. ദ്വന്ദ്വ വ്യാമോഹങ്ങളാണിതെല്ലാം. ഇങ്ങനെ ദ്വന്ദ്വങ്ങൾക്ക് വശപ്പെടുന്നവർ വെറും വിഡ്ഢികളാണ്. അവർക്ക് ഭഗവാനെ അറിയാൻ കഴിയില്ല. ശ്ലോകം 28. യേഷാം ദ്വന്ദ്വഗതം പാപം ജനാനാം പുണ്യകർമ്മണാം തേ ദ്വന്ദ്വമോഹനിർമുക്താ ഭജന്തേ മാം ദൃഢവ്രതാഃ. വിവർത്തനം. പൂർവജന്മങ്ങളിലും ഈ ജന്മത്തിലും പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവർ അവരുടെ പാപഫലങ്ങൾ നിർമാർജനം ചെയ്ത് ദ്വന്ദ്വ വ്യാമോഹങ്ങളിൽ നിന്ന് വിമുക്തരാകുന്നു. അങ്ങനെ അവർ ദൃഢനിശ്ചയത്തോടെ എൻ്റെ സേവനത്തിൽ മുഴുകും. ഭാവാർത്ഥം: അതീന്ദ്രിയാവസ്ഥയിലേക്ക് ഉയരാൻ അർഹതയുള്ളവരെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. പാപികളും നിരീശ്വരവാദികളും മൂഢരും വഞ്ചകരുമായവർക്ക് രാഗദ്വേഷങ്ങളെ അതിക്രമിച്ചു പോകാൻ പ്രയാസമാണ്. മതപ്രമാണങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള നിയമ നിബന്ധനകൾ അനുസരിച്ച് ധാർമ്മികമായി പ്രവർത്തിക്കുക വഴി പാപപ്രതികരണങ്ങളെ കീഴടക്കിയ ഒരാൾക്ക് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടാം. ക്രമേണ അവർക്ക് പരമപുരുഷനെ സമാധിയിൽ ധ്യാനിക്കാൻ കഴിയും. ആധ്യാത്മിക വേദിയിലേക്ക് ഉയർത്തുന്നതാണ് ഈ പ്രക്രിയ. കൃഷ്ണാവബോധത്തിലെ ശുദ്ധഭക്തന്മാരോടുള്ള സമ്പർക്കം വഴി ഈ ഉന്നത പദം പോകാം. പരമഭക്തരുടെ സഹവാസത്താൽ ആരാണ് മോഹവിമുക്തരാകാത്തത്? യഥാർത്ഥത്തിൽ മുക്തനാവണമെന്ന് ആഗ്രഹിക്കുന്നവർ ഭക്തന്മാരെ സേവിക്കേണ്ടതാണെന്ന് ശ്രീമദ് ഭാഗവതം 5.5.2 നിർദ്ദേശിക്കുന്നു. മഹത് സേവാം ദ്വാരമാഹുർ വിമുക്ത. ഭൗതികതയിൽ മുഴുകിയവരുമായുള്ള സഹവാസം തമോമയ ജീവിതത്തിലേക്കുള്ള വഴിയാണ്. തമോദ്വാരം യോഷിതാം സംഘിസംഘം. ഭഗവത് ഭക്തന്മാർ ഭൂമിയിൽ സഞ്ചരിക്കുന്നത് വ്യാമോഹിതരായ ബദ്ധ ജീവാത്മാക്കളെ മുക്തരാക്കാൻ വേണ്ടി മാത്രമാണ്. മൂലസ്വരൂപമായ ഭഗവത് ദാസ്യാവസ്ഥയെ മറക്കുന്നതാണ് ഏറ്റവും വലിയ ഈശ്വര നിയമലംഘനമെന്ന് അവ്യക്തഗതവാദികൾക്ക് അറിഞ്ഞുകൂടാ. തൻ്റെ നൈസർഗിക അവസ്ഥയിലേക്ക് തിരിച്ചെത്താതെ ഭഗവാനെ മനസ്സിലാക്കാനോ സ്ഥിര നിശ്ചയത്തോടെ അവിടുത്തെ സേവനമനുഷ്ഠിക്കാനോ ആർക്കും സാധിക്കുകയില്ലതാനും. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.